ഇറാൻ നിലവിലെ സ്ഥിതി. കനലടങ്ങാത്ത വീഥികളും മാറിയ രാഷ്ട്രീയ ചിത്രങ്ങളും. ഇറാന്റെ ആകാശം ഇപ്പോൾ പുകയും ആശങ്കയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദശാബ്ദങ്ങളായി രാജ്യം കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പേർഷ്യൻ മണ്ണ് സാക്ഷ്യം വഹിക്കുന്നത്. അപ്രതീക്ഷിതമായ ആഘാതം. കഥ തുടങ്ങുന്നത് 2026 ഫെബ്രുവരി അവസാന വാരത്തിലാണ്. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കും ഭരണകൂടത്തിന്റെ സുപ്രധാന കേന്ദ്രങ്ങൾക്കും നേരെ കനത്ത ആക്രമണം അഴിച്ചുവിട്ടു. ഈ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമേനി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 1989 മുതൽ ഇറാനെ നയിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കി. ഖുമൈനിയുടെ മരണവാർത്ത പുറത്തുവന്നതോടെ ഇറാന്റെ തെരുവുകൾ രണ്ട് തട്ടിലായി. ഭരണകൂടത്തിന്റെ കർക്കശമായ നിയന്ത്രണങ്ങളിൽ അതൃപ്തരായിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കളും സ്ത്രീകളും, ഈ മാറ്റത്തിന്റെ തുടക്കമായി കണ്ട് തെരുവുകളിൽ ആഘോഷങ്ങൾ നടത്തി. മറുഭാഗത്ത് ഭരണകൂടത്തെ അനുകൂലിക്കുന്നവർ തങ്ങളുടെ പ്രിയ നേതാവിന്റെ വേർപാടിൽ വിലപിച്ചും പകരം വീട്ടുമെന്ന് പ്രഖ്യാപിച്ചും തെരുവിലിറങ്ങി. ഈ യുദ്ധത്തിനും രാഷ്ട്രീയ മാറ്റങ്ങൾക്കും മുൻപേ തന്നെ ഇറാന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഇറാന്റെ കറൻസിയായ റിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിട്ടു. സാധനങ്ങളുടെ വില കുതിച്ചുയർന്നതോടെ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമായി. ബസാർ കേന്ദ്രീകരിച്ചു തുടങ്ങിയ പ്രതിഷേധങ്ങൾ രാജ്യത്തെ 31 പ്രവിശ്യകളിലേക്കും പടർന്നു. ഭക്ഷണം, ജോലി, സ്വാതന്ത്ര്യം എന്നിവയ്ക്കായി ജനങ്ങൾ മുറവിളി കൂട്ടി. ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നിശബ്ദമായിരുന്നില്ല. അയൽ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇസ്രയേലിന് നേരെയും ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടു. ഇതോടെ ഗൾഫ് മേഖലയാകെ ഒരു യുദ്ധഭീതിയിലായി. വിമാനത്താവളങ്ങൾ അടച്ചു, കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു, ലോകവിപണിയിൽ എണ്ണവില ഉയരുമെന്ന ആശങ്ക പടർന്നു. ഇനി എങ്ങോട്ട്? നിലവിൽ ഒരു താൽക്കാലിക കൗൺസിലാണ് ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടും കർഫ്യൂ ഏർപ്പെടുത്തിയും ഭരണകൂടം നിയന്ത്രണം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഉള്ളിലെ പ്രതിഷേധാഗ്നി അണഞ്ഞിട്ടില്ല. വിദേശത്തുള്ള പ്രതിപക്ഷ നേതാക്കൾ, ഉദാഹരണത്തിന് റസാ പഹലവി, പുതിയൊരു ജനാധിപത്യ ഇറാന്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ മാറ്റത്തിന്റെ പാതയിലാണ് ഇറാൻ. പക്ഷേ അത് സമാധാനത്തിലേക്കാണോ അതോ കൂടുതൽ രക്തചൊരിച്ചിലിലേക്കാണോ എന്നത് വരും ദിവസങ്ങളിലെ തീരുമാനങ്ങളെ അപേക്ഷിച്ചിരിക്കും.